എല്ലാവർക്കും അശ്വതീസ് വേൾഡ് ഓഫ് ക്രോഷ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ പൗച്ചാട്ടോ ചെയ്യണത്. അതിന് ഞാനിവിടെ ഒരു പീച്ച് കളർ യാൺ എടുത്തു. നമുക്ക് എത്ര ചെയിൻസ് ആണോ എത്ര ലെങ്ത് ആണോ പൗച്ചിന് വേണ്ടത് അത്രയും ചെയിൻസ് ഇടുക. ഞാനിവിടെ 25 ചെയിൻസ് ആണ് ഇട്ടത്. ആദ്യം നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി 25 ചെയിൻസ് ചെയ്തെടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 അങ്ങനെ നമ്മൾ 25 ചെയിൻസ് ചെയ്തെടുക്കുക. എന്നിട്ട് നാലാമത്തെ ചെയിനിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നാലാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പം ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ ചെയിൻസ് ചെയ്തെടുത്തു. ഇനി 4th ചെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ എല്ലാ ചെയിൻസിലും നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഓരോ ചെയിനിലും ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ ആ 25 ചെയിൻസിലും ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് അങ്ങനെ നമ്മൾ ഓരോ ചെയിൻസിലും ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആ 25 ചെയിൻസിൽ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൂപ്സാണ് അടുത്ത റൗണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡബിൾ ക്രോഷ്യ ഫസ്റ്റ് ചെയ്തെടുത്തത്. ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ടേൺ ചെയ്യുക. എന്നിട്ട് അടുത്ത സ്പേസിൽ നമ്മൾ ഹൂക്ക് ഇട്ടിട്ട് ആ നൂല് കണ്ടോ, ഞാൻ കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന പോലെ പിടിക്കാം. എന്നിട്ട് ഒരു SC ചെയ്യുക. അങ്ങനെ ഓരോ ചെയിൻസിലും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ലൂപ്പ് സ്റ്റിച്ച് റെഡി. ഫിംഗറിൽ നമ്മൾ ആ ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ അവിടെ വരെ താഴ്ത്തിയിട്ട് ഇങ്ങനെ പിടിക്കുക. മനസ്സിലായോ? നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷ്യ ഫുൾ ചെയിൻസിലും ചെയ്തിട്ട് നെക്സ്റ്റ് ഇതേപോലെ ചെയ്യാം. ഓക്കെ, കണ്ടോ ഓരോ ചെയിൻസിലും ഞാനിതാ ലൂപ്സ് ഇട്ടെടുത്തത്. അങ്ങനെ നമ്മൾ ആ എൻഡ് വരെ ചെയ്തിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ലൈനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മളതാ എല്ലാ ചെയിൻസിലും ലൂപ്സ് ഇടുകയാണ്. ലൂപ്സ് ഇട്ടെടുത്തു. ഇനി നെക്സ്റ്റ് ലൈന് ചെയ്യുമ്പോൾ നമ്മൾ 3 ചെയിൻസ് ഇട്ടിട്ട് ടേൺ ചെയ്യാം. കണ്ടോ, നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ റൗണ്ട് ഫുള്ള് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് ഇതിൽ ലൂപ്സ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ, എത്ര റൗണ്ട്സ് ആണോ വേണ്ടത്, റോസ് ആണോ അത്രയും ചെയ്തിട്ട് അങ്ങനത്തെ 2 പീസ് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടും ഒരു സിപ്പ് വെച്ച് ജോയിൻ ചെയ്യുക. 4 സൈഡും ജോയിൻ ചെയ്തിട്ട് പൗച്ചാക്കുക. അപ്പോൾ ആ ജോയിൻ ചെയ്യുന്നത് ഞാൻ മെഷീനിലാണ് ചെയ്തത് എളുപ്പത്തിൽ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടില്ല. ജസ്റ്റ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കി തരാമെന്നുള്ളതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പം അത് നിങ്ങൾ അത് കണ്ടോ, ഞാൻ ഇത്രയും ചെയ്തു. മേലത്തെ 2 വരി സിംഗിൾ ക്രോഷ്യം ചെയ്തു വെച്ചു. എന്നിട്ട് അതിന് സിപ്പ് വെച്ച് 2 പീസും ജോയിൻ്റ് ചെയ്തു. അങ്ങനെ നമ്മളെ പൗച്ച് ഇവിടെ റെഡിയായി. സിമ്പിൾ ലൂപ്പ് പൗച്ച്. നമുക്ക് ഫോണൊക്കെ വെച്ച് നല്ല നീറ്റായി ബാഗിൽ ഫോണിനൊന്നൊരു കംപ്ലൈൻറ്റ് വരില്ല. അത്ര സേഫായിരിക്കും ഈ പൗച്ചിൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക്
മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവരും ഈ പൗച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.